കോഴിക്കോട് എന്ന് പറയുന്നത് ഒരു ചരിത്ര നഗരമാണ്. പഴയ മലബാറിന്റെ തലസ്ഥാനമാണ്. അതിവേഗത്തിൽ വളർന്നു വരുന്ന ഒരു നഗരമാണ്. ആ നഗരത്തിന് അതിൻ്റെ വളർച്ചയ്ക്കുള്ള സാധ്യതക്കനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ? ഇതൊരു ഗൗരവതരമായ പ്രശ്നമാണ്. നമ്മുടെ റെയിൽവേ കോഴിക്കോട് വിമാനത്താവളം കോഴിക്കോട്ടല്ലെങ്കിലും കോഴിക്കോട് വിമാനത്താവളം എന്ന പേരിൽ അറിയപ്പെടുന്ന കോഴിക്കോട്ടുകാർ സമരം ചെയ്ത് നേടിയെടുത്ത ഒരു ഉൽപ്പന്നമാണ് കോഴിക്കോട് വിമാനത്താവളം. അതിൻ്റെ ഇന്നത്തെ അവസ്ഥ. മറ്റൊട്ടനേകം കാര്യങ്ങളുണ്ട്. എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ട്, ഞാൻ അവസാനം പറയാം. ഒരു ചെറിയ കാര്യം ഞാൻ മുമ്പിൽ വെക്കട്ടെ. ഏത് നഗരത്തിലും വ്യവസായ വാണിജ്യ വളർച്ചയ്ക്ക് അത്യാവശ്യം വേണ്ട ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചറാണ് ഒരു കൺവെൻഷൻ സെന്റർ. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിന്റെ എക്സിബിഷൻ, റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ്, നമ്മുടെ സാധ്യതകൾ ഇൻവെസ്റ്റേഴ്സിന്റെ മുമ്പിൽ, എന്റർപ്രിനേഴ്സിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള വേദി, ഈ നിലയിലെല്ലാം ഒരു കൺവെൻഷൻ സെന്ററിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇന്ന് വരെ കോഴിക്കോട്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. സെൻട്രൽ കോമേഴ്സ് മിനിസ്ട്രിക്ക് കൺവെൻഷൻ സെന്ററുകൾ സംസ്ഥാനങ്ങളിൽ അനുവദിക്കാനുള്ള വകുപ്പുണ്ട്, അവർ ചെയ്തിട്ടുണ്ട്. അവരുടെ സഹായത്തോടു കൂടി കൺവെൻഷൻ സെന്ററുകൾ വന്നിട്ടുണ്ട്. ഞാൻ 2006 കേരള സർക്കാരിൽ മന്ത്രിയായിരിക്കുന്ന കാലത്ത്, ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്ത്, അന്ന് സൂക്ഷ്മമായി ഇതിനെ സംബന്ധിച്ചൊരു പഠനം നടത്തി. ചെന്നൈയിലും പ്രധാന നഗരങ്ങളിലും ഇന്ത്യയിലെ കോമേഴ്സ് മിനിസ്ട്രിയാണ് കൺവെൻഷൻ സെന്റർ സ്ഥാപിക്കാൻ ആ ഗവൺമെന്റുകളെ സഹായിച്ചത്. അന്ന് കേരളത്തിൽ ഞങ്ങളൊരു ശ്രമം നടത്തി നോക്കിയിരുന്നു. കിൻഫ്രയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് FSCTയുടെ ലാൻഡിൽ കുറച്ച് സ്ഥലം അവരിൽ നിന്ന് ലീസിന് വാങ്ങി അവിടെ ആരംഭിക്കാൻ വേണ്ടി ഒരു പ്രാഥമിക ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അത് പൂർണ്ണതയിലെത്തിക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ഇന്ന് കേരളത്തിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരം എന്ന നിലയിൽ കോഴിക്കോടിന് അത്യാവശ്യമുള്ള ഇത്തരം ഇൻഫ്രാസ്ട്രക്ചർ കേന്ദ്ര സഹായത്തോടെ എങ്ങനെ നടപ്പിലാക്കണം? കേന്ദ്രത്തിന് മുമ്പിൽ ഇത്തരം പദ്ധതികൾ സമർപ്പിക്കേണ്ടതില്ലേ? അഥവാ അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കൂടി സഹായത്തോടെ നമുക്കിത് അവതരിപ്പിച്ച് നേടിയെടുക്കാൻ ഒരു ശ്രമം നടത്തേണ്ടതല്ലേ? നമ്മുടെ ജനപ്രതിനിധികൾ, MLA മാർ, മേയർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന ഈ വേദിയുടെ ഒരു കരുത്തുണ്ട്. കേന്ദ്രം അവഗണിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ പ്രക്ഷോഭത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടതല്ലേ? ഇതൊരു ഉദാഹരണമാണ്. ഇതുപോലെ നിരവധി കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്യാം. അപ്പൊ ആ കിട്ടുന്ന നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്കൊരു രൂപരേഖ തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം. അതിന്റെ തുടർ പ്രവർത്തനം ഇതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. അത് നിവേദന രൂപത്തിലാകാം, പ്രക്ഷോഭ രൂപത്തിലാകാം, സ്റ്റേറ്റ് ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ടാകാം. വിവിധ രീതിയിൽ ആ കാഴ്ചപ്പാടുകൾ ശക്തിപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സംഭാവന ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ അഭിപ്രായം.